ന്യൂസ് തൃശൂർ. ആലപ്പുഴ തലവടി വിദ്യാഭ്യാസ ഉപജില്ലാ സംസ്കൃത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംസ്കൃത ദിനാഘോഷം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് തല കീഴായി മറിഞ്ഞു. പിക്കപ്പിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഡ്രൈവർ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നത് 3 പേർ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീഡിയോഗ്രഫി ജോലി ചെയ്ത വീഡിയോഗ്രാഫർമാർക്ക് വേതനം അനുവദിക്കാത്തതിലും കരാർ ദുർവ്യാഖ്യാനം ചെയ്ത ഉദ്യോഗസ്ഥ നടപടിക്കുമെതിരെ പ്രതിഷേധം. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ധർണ കലക്ട്രേറ്റിൽ സമാപിച്ചു. കൊല്ലം പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് നിർമ്മാണം അടിസ്ഥാന വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 87.5 ലക്ഷം രൂപ ചെലവഴിച്ച് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ 1.5 കിലോയോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായത് മുണ്ടുക്കോട്ടക്കൽ സ്വദേശി ജോയി. ജില്ലയിലെ മയക്കുമരുന്ന് ലോബിക്കെതിരെ നടന്ന റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതുതായി നിയമനം ലഭിച്ച സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാർക്ക് ദേവസ്വം ആഭിമുഖ്യത്തിൽ പരിശീലനം. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്ക് നിയമനം ലഭിച്ചവർക്കായിരുന്നു പരിശീലനം. TMC ബ്രോഡ്ബാൻഡ് കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് NCV ഹാളിൽ നടന്നു. TMC ചെയർമാൻ PV അയൂബ് അധ്യക്ഷത വഹിച്ചു. കേബിൾ TV ഉടമകൾക്ക് പുതിയ ഊർജം പകർന്നാണ് മീറ്റിംഗ് സമാപിച്ചത്. PV അൻവറിനെതിരെ പോര് കടുപ്പിച്ച് CPIM. അൻവറിന് പിന്നിൽ കൂട്ടുമുന്നണിയെന്ന് MP ഗോവിന്ദൻ. യോഗത്തിനെത്തിയത് SDPI യും ജമാഅത്ത് ഇസ്ലാമിയുമെന്നും സംസ്ഥാന സെക്രട്ടറി.